ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 251. നമ്മളിപ്പോൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രഹ്മണ ഉപനിഷത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2ാമത്തെ അധ്യായത്തിലാണ് ഇന്ന് നോക്കുന്നത്. ഇന്ന് നോക്കുന്ന മന്ത്രങ്ങൾ 1ഉം 2ഉം തന്നെയാണ്. ഇതിൽ പ്രാണനെ ബ്രഹ്മമായി കണക്കാക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ബ്രഹ്മത്തെ അതേപോലെ മനസ്സിലാക്കാൻ നമുക്ക് പാടാണ്. കാരണം ബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല. അതായത് ഈശ്വരന് രൂപവും ഭാവവും ഒന്നുമില്ല. അതിനെ ആർക്കും തന്നെ 100% മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ വർണ്ണിക്കാനോ ഒന്നും പറ്റില്ല എന്ന് ഋഷികൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി മെനക്കെടണ്ട. പക്ഷെ ഒരു സംഗതി ഉണ്ട്, രൂപവും ഭാവവും ഇല്ലാതെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടെങ്കിൽ ഇവിടെ കൗശീതകി ബ്രഹ്മ മഹർഷി പറയുകയാണ്, 1 പ്രാണനാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ വേണമെങ്കിൽ നമുക്ക് സാധാരണക്കാരന് പ്രാണനാണ് ബ്രഹ്മം എന്ന നിലയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അത് ചില ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണ്. സാധാരണക്കാരന് പ്രാണൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. പക്ഷേ പ്രാണൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന ആ ശ്വാസഗതിയിലൂട്ടിയെല്ലാം നെറ്റ് എഫക്റ്റ് നമ്മൾ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് വരുന്ന സംഗതിയാണ്. അതിനെയും 100% വർണ്ണിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് പ്രാണൻ. ബ്രഹ്മത്വം അതുപോലെ തന്നെ. അതുകൊണ്ട് ആ നിലയിൽ കുഴപ്പമൊന്നുമില്ല സാധാരണക്കാരന്. പക്ഷെ പ്രാണൻ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. ബ്രഹ്മെന്ന് പറയുമ്പോൾ നല്ല ഇതേ നിലയിൽ നല്ല ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ആൾക്കാർക്ക് അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. രൂപവും ഭാവവും ഇല്ലാതെ എന്തോ ഒരു ശക്തി വിശേഷമാണ്. പക്ഷെ പ്രാണൻ എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്കും അവൻ്റെ പ്രാണം പോയി ഇതെല്ലാം പറയുമ്പോൾ ഒരു ചെറിയ ധാരണയുണ്ട്. അപ്പോൾ ഇവിടെ കൗശീതകി മഹർഷി പറയുകയാണ്, പ്രാണനാണ് ബ്രഹ്മം. അതുകൊണ്ട് പ്രാണനെ രാജാവായി കരുതുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന രാജാവിന് സമമായിട്ട് നമ്മുടെ പ്രാണനെ കണ്ടാൽ മതി. അതിനെ വേണമെങ്കിൽ ബ്രഹ്മമായിട്ടും കാണാം. എന്തുകൊണ്ടെന്നെല്ലാം പിന്നീട് പറയുന്നുണ്ട്. വാക്കതിൻ്റെ രാജ്ഞിയാണ്. അപ്പം പ്രാണനെ നമ്മളെങ്ങനെയാണ് വാക്കുകൊണ്ട് വർണ്ണിക്കാനൊന്നും പറ്റില്ല. പ്രാണൻ ഏകദേശം എന്തെല്ലോ പറഞ്ഞു ഒപ്പിക്കാം. അതുകൊണ്ട് വാക്കതിൻ്റെ രാജ്ഞിയുമാണ്. ചെവിയാണ്. അവൻ വാക്കിലൂടെയാണ് ആ പ്രാണനെ ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നത്. അതേസമയം വായിലൂടെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ 100% പ്രാണനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാം. അല്ലാതെ അതിൻ്റെ രൂപവും ഭാവമെല്ലാം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയുമില്ല. ചെവി എന്നത് സന്ദേശം കൈമാറുന്ന ദ്വാരപാലകരാണ്. ആ പ്രാണന് സന്ദേശങ്ങൾ എത്തിക്കുന്ന ദ്വാരപാലകരായിട്ട് ചെവിയെ വേണമെങ്കിൽ കണക്കാക്കി. ഇതെല്ലാം ഒരു കവിഭാവനയിൽ വർണ്ണിച്ച് സാധാരണക്കാരന് വേണ്ടിയിട്ട് കവിഭാവനയിൽ വർണ്ണിച്ച് തരുന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇത് ദ്വാരപാലകരെന്നൊന്നും എടുത്തേക്കരുത്. ചെവി സന്ദേശങ്ങൾ കൈമാറുന്ന ദ്വാരപാലകരാണ്. മനസ്സ് ദൂതനാണ്. അതിനുവേണ്ടി ദൂത് പോകുന്നതെല്ലാം മനസ്സാണ്. ആ പ്രാണന് വേണ്ടി എന്തെങ്കിലും ദൂതെല്ലാം പോകുന്നുണ്ടെങ്കിൽ മനസ്സിലൂടെയാണ് ദൂത് പോവുക.
നേത്രം അംഗരക്ഷകനാണ്. നേത്രമാണ് അതിനെ സംരക്ഷിക്കുന്ന സംഗതി, പ്രാണന്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നേത്രം തന്നെയാണ്. നേത്രമില്ലെങ്കിൽ എല്ലാത്തിനെയും കണ്ടും കേട്ടും എല്ലാം അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്ന നേത്രം അംഗരക്ഷകന് സമാനമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സർവേന്ദ്രിയങ്ങളും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അവയുടെ ദേവതകൾ മുഖേന, ഇന്ദ്രിയങ്ങളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നതിന് അതിൻ്റേതായ ദേവതകളുണ്ട്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷം. അതിന് ഓരോ കാരകത്വമുള്ള ഓരോ ഗ്രഹങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ദേവത എന്ന് പറയാം. ഇന്ദ്രിയങ്ങളുടെ ദേവത വേണമെങ്കിൽ ഇന്ദ്രൻ എന്ന് പറയാം. ഇങ്ങനെ അതിൻ്റേതായ അതിനെ പ്രവർത്തിപ്പിക്കുന്ന പിന്നിലുള്ള ശക്തിവിശേഷം ദേവതകളെല്ലാം മുഖേന ആവശ്യപ്പെടാതെ തന്നെ അതെന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തിന് ഉപഹാരം അർപ്പിക്കുന്നു. പ്രാണനാവുന്ന ബ്രഹ്മത്തിന് ഉപഹാരം അർപ്പിക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. പ്രാണൻ ഒരിക്കലും ഇങ്ങോട്ട് ആവശ്യപ്പെടില്ല. എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണൻ ഒരിക്കലും പറയില്ല. എല്ലാവരും എല്ലാ അവയവങ്ങളും ബുദ്ധിയും ശരീരവും എല്ലാം ആ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. ബ്രഹ്മമാകുന്ന പ്രാണൻ അത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രാണനെ ബ്രഹ്മവുമായിട്ട് ഉപമിച്ചത്? ബ്രഹ്മം എന്നൊരു ഈശ്വരനെ നമ്മളെല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. അതിങ്ങോട്ട് ഒന്നും ചോദിക്കില്ല. നമ്മൾ സേവനമെല്ലാം അതിന് കൊടുത്തു കൊള്ളണം. അല്ലാതെ അത് ഇങ്ങോട്ട് ചോദിക്കുന്ന പരിപാടിയില്ല. നമ്മൾ ബ്രഹ്മനിർഗുണമാണ്, അതങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാണ്. നമ്മളത് കർമ്മം അങ്ങ് ചെയ്തു കൊടുത്തേക്കുക. അല്ലാതെ അത് ചോദിക്കാൻ വേണ്ടി കാത്തു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ചോദിക്കാനും പോകുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചെയ്തു കൊടുത്തേക്കുക. അതിനൊന്നും വേണ്ട, ഈശ്വരനൊന്നും വേണ്ട. പക്ഷേ നമ്മളെല്ലാം അതിനോട് കടപ്പെട്ട് കിടക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്തങ്ങ് സമയാസമയം ചെയ്തു കൊടുത്തേക്കുക. അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ അതിങ്ങോട്ടേക്ക് ചോദിക്കുന്ന അത് നോക്കിയിരിക്കും, നമ്മളുടെ അടുത്തത് ഒന്നും നോക്കിയിരിക്കുന്നില്ല. നമ്മളെ പക്ഷെ സൃഷ്ടിച്ചിട്ടുണ്ട് കുറേ കർമ്മങ്ങൾ. അതിനൊരു ലക്ഷ്യമുണ്ട്, ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ. അതാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളത് ചെയ്തു കൊടുത്തേക്കുക. അതുപോലെ നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം ആ പ്രാണന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും ബുദ്ധി വെച്ചും മനസ്സ് വെച്ചിട്ട് പ്രാണൻ എൻ്റെ പ്രാണൻ പോയിക്കളിയോ എന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപഹാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മത്തെ പോലെ. ബ്രഹ്മവും ഈശ്വരനും ഒന്നും നമ്മളോടൊന്നും ചോദിക്കില്ല. നമ്മൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെയാണ് ഉപഹാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും ചോദിക്കാതെ. അതുകൊണ്ടാണ് വേണമെങ്കിൽ ഈ പ്രാണനെ ബ്രഹ്മമായിട്ട് കാണാമെന്ന് കൗശീതകി മഹർഷി പറയുന്നത്. ഒരു യാചകൻ, ഇനി ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു യാചകൻ അവൻ്റെ ഗ്രാമത്തിൽ പോയിട്ട്, യാചകന്മാർക്ക് ഒരു പരിധിയുണ്ട്. ആ യാചകൻ അപ്പുറത്ത് പോയാൽ അവിടെയുള്ള യാചകൻ പറയും, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്, ഇത് എൻ്റെ ഏരിയയാണ്. യാചകന്മാർക്ക് ഏരിയയുണ്ട്. അതുകൊണ്ടാണ് ഒരു യാചകൻ തൻ്റെ ഗ്രാമത്തിൽ നിന്നും യാചിച്ചിട്ട് ആരും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ആകെ നിരാശനായിട്ട് അവനൊരു തീരുമാനം എടുക്കുന്നു. ഇനി ആര് തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ആര് തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, അപ്പോൾ ഈ കൊടുക്കാത്തവരും ഇത് കാണുമ്പോൾ അയ്യോ കഷ്ടമായിപ്പോയി, അവന് കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കൊടുക്കാൻ ശ്രമിക്കും. ചോദിക്കുമ്പം പറയും പോ എന്നെല്ലാം പറയും.
അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനൊരു തീരുമാനം എടുക്കും, ഞാനിനി ആര് തന്നാലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് എത്തിപ്പോയിരിക്കും, പിന്നെ ചോദിക്കില്ല. അപ്പോൾ ആ നാട്ടുകാരെല്ലാം നോക്കും, ഇവനെന്തടാ ഇപ്പം ചോദിക്കാതെ. അപ്പോൾ ആ അവസ്ഥ ചിന്തിച്ചിട്ട് പിന്നെ അവരങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് തന്നെ പശ്ചാത്താപം തോന്നിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇന്ന് അന്ന് എനിക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് പോലെയാണ് ഇത്. ആത്മാവ് നമ്മളോടൊന്നും ചോദിക്കില്ല, നമ്മൾ അങ്ങോട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ എല്ലാ അവയവങ്ങളും അതിനായി കൊണ്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനെ നമുക്ക് ബ്രഹ്മമായിട്ട് കാണാം. എന്നിട്ട് എന്ത് പറയുന്നു? ഇതിന് കാരണം യാചകന്റെ ദൈന്യഭാവമാണ്. അദ്ദേഹത്തിൻ്റെ ദൈന്യത. നമ്മൾ എന്തെങ്കിലും പിച്ചക്കാരൻ ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനുള്ള ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് കൊടുക്കുന്നത്. ഇനി അവൻ പണങ്ങിപ്പോയിരിക്കുമ്പോഴും അപ്പോഴും അവനിൽ ആ ദയനീയ ഭാവം കിടക്കും. ഇനി ഞാൻ ചോദിച്ചാൽ തന്നാലും എടുക്കില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അവനെ നമ്മൾ കാണുമ്പോൾ അയ്യോ കഷ്ടം, നമ്മളൊന്ന് ചോദിച്ചിട്ട് കൊടുക്കുക. അപ്പോഴും അവനിലുള്ളത് എന്താണ്? ദയനീയ ഭാവമാണ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബ്രഹ്മം ഒന്നും തന്നെ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാ അവയവങ്ങളും അതിന് അവരുടെ സേവനം കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. ഇതുപോലെ വേണം നമ്മളും ഈശ്വരനോട്, നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്, ആ കർമ്മം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുക. അദ്ദേഹത്തിനൊരു ചുക്കും ആവശ്യമില്ല. പക്ഷേ എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് അത് മനസ്സിലാക്കിയിട്ട്, നമ്മളെ സൃഷ്ടിച്ചത് ഈ ലോകത്തെ സുന്ദരമായ ഒരു ലോകമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ഭംഗിയായിട്ട് അതാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാവില്ലെങ്കിൽ പ്രാണനെ പറ്റി ചിന്തിച്ചിട്ട് അത്തരത്തിൽ പ്രാണനെ ഭഗവാനായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് കണ്ടാൽ മതി. ഇനി 2 പ്രാണൻ തന്നെ ബ്രഹ്മമെന്ന് പൈങ്ക്യ മഹർഷിയും പറയുന്നു. വേറൊരു മഹർഷിയും പറയുന്നത് ഇത് തന്നെയാണ്, പ്രാണൻ തന്നെയാണ് ബ്രഹ്മം. അദ്ദേഹത്തിന് ഒരു ന്യായമുണ്ട്, എന്താണെന്ന് നോക്കാം. ബ്രഹ്മം നിമിത്തം വാക്കിനും അതീതനായി നേത്രേന്ദ്രിയങ്ങൾ ഭവിക്കുന്നു. പ്രാണന മൂലമാണ് കണ്ണിന് വാക്കിനെക്കാട്ടിയും പ്രാധാന്യം കിട്ടുന്നുണ്ട്. നമ്മളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രാണൻ കണ്ണിനാണ്. കാരണം ആ പ്രാണൻ കണ്ണിലൂടെയാണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത്. ഈ ലോകം മുഴുവൻ ബ്രഹ്മം ആവരണം ചെയ്തിരിക്കുന്നത് പോലെ, ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പോലെ നമ്മളിലൂടെ ആത്മാവും പ്രാണനും കണ്ണിലൂടെയാണ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത്. അതായത് ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പോലെ നമ്മളെ പ്രാണൻ തന്നെയാണ് ബ്രഹ്മമായിട്ട് നേരത്തെ പറഞ്ഞത്. അപ്പം പ്രാണൻ ഏതിലൂട്ടിയാണ് ഈ ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്? കണ്ണിലൂട്ടിയാണ്. അപ്പം കണ്ണിനൊരു വിശിഷ്ട സ്ഥാനം, വലിയ പ്രാധാന്യമുണ്ട്. ആ കണ്ണിലൂട്ടിയാണ് ഈ ലോകത്തെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെയോ അതേപോലെ തന്നെ നേത്ര ഇന്ദ്രിയം വാക്കിനും അതീതമായി ഭവിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനം വാക്ക്, നമ്മുടെ സംസാരം, ഇതിനെക്കാട്ടി എല്ലാം പ്രാധാന്യം കണ്ണിന് തന്നെയാണ് കൊടുത്തത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തെക്കാട്ടിയും പ്രാധാന്യം കണ്ണിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മമാകുന്ന പ്രാണൻ കണ്ണിലൂടെയാണ് ലോകത്തെ മുഴുവൻ വ്യാപിച്ച്
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെയോ അങ്ങനെ അത് കണ്ണിലൂടെ പ്രപഞ്ചത്തെ മുഴുവൻ ആവരണം ചെയ്യുന്നു. ഏതുപോലെ? ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ ആവരണം ചെയ്ത് കിടക്കുന്നത് പോലെ. ഇനി കേൾവി ഇന്ദ്രിയം. ഇനി കേൾവി, ചെവി എന്ന ഇന്ദ്രിയം, അതിനെക്കാട്ടിയും അതീതനായിട്ടാണ് മനസ്സ് കിടക്കുന്നത്. മനസ്സ് കേൾവി ഇന്ദ്രിയത്തിൻ്റെയും അപ്പുറമാണ്. എന്തുകൊണ്ടെന്നാൽ മനസ്സ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശബ്ദങ്ങളിലൂടെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും, കാണുന്ന കാര്യം ആദ്യം പ്രത്യേകിച്ച് പറഞ്ഞു, കേൾക്കുകയും. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും, ആര് പറയുന്നതായാലും ശബ്ദമായാലും എല്ലാം എല്ലാ ഭാഗത്തു നിന്നും വ്യാപിച്ചിട്ട് നമ്മളെ കേൾവി മനസ്സിലേക്ക് എത്തിക്കുന്നു. അപ്പം മനസ്സ് ആക്ട് ചെയ്യുന്നത് ഈ കേൾവിയിലൂടെയാണ്. അപ്പം കേൾവിയെക്കാട്ടും ഉന്നത സ്ഥാനത്താണ് മനസ്സ് കിടക്കുന്നത്. മനസ്സ് ഈ കേൾക്കുന്ന ശബ്ദങ്ങളിലൂടെ ഈ ലോകവുമായിട്ടെല്ലാം വ്യാപിച്ച് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് എല്ലാ ലോകം മുഴുവൻ ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പം കണ്ണിലൂടെ ലോകം മുഴുവൻ ആവരണം ചെയ്തിട്ടുണ്ട്, കേൾവിയിലൂടെ ലോകത്തെ മുഴുവൻ ആവരണം ചെയ്തിട്ടുണ്ട്. ഇതിനെയെല്ലാം അത്രയും പ്രാധാന്യം ആര് കൊടുക്കുന്നുണ്ട്? ഈ നമ്മുടെ ബ്രഹ്മമാകുന്ന പ്രാണൻ. അതുകൊണ്ട് പ്രാണൻ തന്നെ ബ്രഹ്മമെന്ന് പറയാം. ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചതുപോലെ നമ്മുടെ പ്രാണൻ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഈ ലോകത്തെ മുഴുവൻ ആവരണം ചെയ്ത് കിടക്കുകയാണ്. അപ്പം അത് ബ്രഹ്മസമാനമാണ്. പ്രാണനാണ് ആവരണം ചെയ്ത് കിടക്കുന്നത്. പ്രാണൻ പോയി കഴിഞ്ഞാലോ നമ്മൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ലോകമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ടു. പ്രാണനുള്ളപ്പോൾ കാണുന്നു, കേൾക്കുന്നു, ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മളെ ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പം പ്രാണൻ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഉള്ള എല്ലാം ലോകമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏതുപോലെ? ബ്രഹ്മം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത് പോലെ. അപ്പം നമ്മളെ ശരീരമെല്ലാം എല്ലുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നത് പ്രാണനാണ്. പ്രാണൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ആ നിലയിലും പ്രാണനെ ബ്രഹ്മമായിട്ട് കാണാം. അത് ഏത് ഋഷി പറയുകയാണ്? പൈങ്ക്യ മഹർഷി. എന്നിട്ട് അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാ അവയവങ്ങളും പ്രാണനായിക്കൊണ്ട് തന്നെ ഉപഹാരം അർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും ചെവിയും. ബാക്കിയുള്ള അവയവങ്ങളെല്ലാം പ്രാണന് വേണ്ടിയിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല, കണ്ണും ചെവിയിലൂടെ ഈ ലോകം മുഴുവനായിട്ട് ബന്ധപ്പെട്ടു ആവരണം ചെയ്തും കിടക്കുന്നു, ബ്രഹ്മത്തെ പോലെ. അതുകൊണ്ട് ഈ അവയവങ്ങളെല്ലാം ഇനി ആർക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്? കർമ്മമായ കണ്ണായാലും ചെവിയായാലും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. പ്രാണൻ ആവശ്യപ്പെട്ടിട്ടല്ല, പ്രാണന് ഒന്നും ആവശ്യമില്ല. പക്ഷെ അങ്ങോട്ടേക്ക് പ്രാണൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഏതുപോലെ? ബ്രഹ്മം പോലെ. ഈശ്വരൻ ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല, എല്ലാം അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മളെ പ്രാണനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണും ചെവി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല എന്തെങ്കിലും വരുന്നുണ്ടോ, നമ്മളെ പ്രാണനെ ഹനിക്കുന്ന വല്ല കാര്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണും ചെവിയെല്ലാം. എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിയെടുക്കുന്നുണ്ട്, കാരണം പ്രാണന് എന്തെങ്കിലും പറ്റിപ്പോകുന്നു. അപ്പം ഈ അവയവങ്ങളെല്ലാം പ്രാണന് വേണ്ടി നിലനിൽക്കുകയാണ്. പ്രാണൻ പറയുന്നില്ല നീ പോയി നോക്ക്, അവിടെ നോക്ക്, എൻ്റെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ എന്നൊന്നും പ്രാണൻ പറയുന്നില്ല. അതുപോലെ തന്നെ ബ്രഹ്മത്തെ കാണുന്നു. ബ്രഹ്മ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ലോകം മുഴുവൻ ബ്രഹ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. ആ നിലയിൽ പ്രാണനെ
ബ്രഹ്മമായിട്ട് കാണാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ എന്നെ പറയുന്നു, ഒരു യാചകൻ നാട് മുഴുവൻ തള്ളിയിട്ട് അവൻ്റെ ദേശത്ത് തള്ളിയിട്ട് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവൻ തീരുമാനിക്കുന്നു, എന്നാൽ പിന്നെ ഇനി അവർ തന്നാലും ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് അവനിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് ഒരു വിഷമം തോന്നിയിട്ട് അവരെല്ലാം ഇങ്ങോട്ടും വന്ന് കൊടുക്കും. അതുപോലെ തന്നെയാണ് പ്രാണനും ബ്രഹ്മത്തിൻ്റെ അവസ്ഥ. എല്ലാ അവയവങ്ങളും പ്രാണന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അവനൊന്നും വേണോ വേണ്ടേ, അവന് ഒന്നും വേണ്ടാത്ത മാതിരിയാണ് ഇരിപ്പ്, എങ്കിലും ഇവരങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മത്തെയും അങ്ങനെ തന്നെ ഈശ്വരന് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മൾ അങ്ങോട്ട് കൊണ്ട് നമ്മളെ സേവനം കൊടുക്കണം. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ശരീരത്തെ പ്രാണനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്ദ്രിയങ്ങളാണ് നമ്മൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്, പ്രപഞ്ച ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അങ്ങോട്ട് കൊടുക്കണം, നിസ്വാർത്ഥ കർമ്മം ചെയ്യണം. അപ്പോൾ ഈ കമ്പാരിസണിലൂടെ പ്രാണനാണ് ബ്രഹ്മം, പ്രാണൻ തന്നെ ബ്രഹ്മം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം.